ആ കൊള്ളയുടെ വ്യാപ്തി എത്രയാണെന്ന് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ കൊള്ള. ഈ തരത്തിലുള്ള കൊള്ളക്കാർ ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് ഒരു തരത്തിലും സഹിക്കാവുന്നതല്ല. ആ അമ്പലത്തിൻ്റെ പരികർമ്മിയായിട്ടൊക്കെ നിന്ന ഒരാൾ ഇന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള ആഡംബര കാറുകൾ, ആഡംബര വീടുകൾ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്ന അതിനകത്തുള്ള ഭരണ സംവിധാനത്തിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഭഗവാന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ആ വേദന ഈ അധികാരവർഗം മനസ്സിലാക്കണം. നമസ്കാരം. അയോധ്യ രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏറെ നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതികൾ ഭക്തരുടെ കോടാനുകോടികൾ വരുന്ന തുക കട്ടെടുക്കുകയും ഈ തുക ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടും പുറത്തു വരുന്നു. അത് കൂടാതെ ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള SIT അന്വേഷണം അയോധ്യയ്ക്ക് പുറത്തേക്കും നീളുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് നിലവിലിപ്പോൾ പുറത്തു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാർ. തീർച്ചയായിട്ടും ഞാൻ ഒരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. എൻ്റെ ജീവിതം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കേരളത്തിൽ ഭഗവാന്റെ പാവപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ സമ്പന്നർ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്ന പണമാകട്ടെ, സ്വർണമാകട്ടെ, രത്നങ്ങളാകട്ടെ, എന്തും അത് ഭഗവാന് ഭക്തന്മാർ മനസ്സ് നിറഞ്ഞ് സമർപ്പിക്കുന്നതാണ്. ഈ സമർപ്പിക്കുന്ന ഈ കാണിക്കയായി ലഭിക്കുന്ന പണവും സ്വർണവും എന്തും തന്നെയായാലും അത് കൊള്ള ചെയ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ് ശബരിമല കൊള്ള. ആ കൊള്ളയുടെ വ്യാപ്തി എത്രയാണെന്ന് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ കൊള്ള. കാര്യം വർഷങ്ങൾ നീണ്ട പ്ലാനിങ്ങോടുകൂടി ശബരിമലയിലെ ശ്രീ അയ്യപ്പൻ്റെ കാണിക്ക കൊള്ള ചെയ്ത കുറേയധികം ആൾക്കാർ കേരളത്തിലുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അയോധ്യയിൽ നിന്നും കോടാനുകോടി രൂപ വിശ്വാസികൾ സമർപ്പിച്ച സ്വർണമോ പണമോ മറ്റു സാധനങ്ങളോ കൊള്ള ചെയ്യപ്പെട്ട കഥകളല്ല, യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ രാമനാമം ജപിക്കുന്നവരാണ്. സന്ധ്യ നേരത്ത് രാമനാമം ജപിക്കണമെന്ന് വീട്ടിലുള്ളവർ നമ്മളെ പഠിപ്പിച്ച് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശ്രീപത്മനാഭനെയും മഹാദേവനെയും ഒക്കെ നമ്മൾ ആരാധിച്ചു വരുന്ന ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് തീർച്ചയായും നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന തരത്തിലുള്ള വേദനയാണ് ഭഗവാനെ കൊള്ളയടിക്കുമ്പോൾ. ഭഗവാൻ നമ്മളെയൊക്കെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ഈ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന നമുക്ക് ഈ തരത്തിലുള്ള കൊള്ളക്കാർ ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നത് ഒരു തരത്തിലും സഹിക്കാവുന്നതല്ല. നമുക്ക് അത്ര പ്രയാസം ഈ കാര്യത്തിലുണ്ട്. അതിന് ഏത് ഉന്നതനാണെങ്കിൽ തന്നെയും അവരൊക്കെ ഇപ്പോൾ 8ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറായിരുന്ന ഒരാൾ, ആ അമ്പലത്തിൻ്റെ പരികർമ്മിയായിട്ടൊക്കെ നിന്ന ഒരാൾ ഇന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള ആഡംബര കാറുകൾ, ആഡംബര വീടുകൾ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നു. അവിടെ സാധാരണ പാവപ്പെട്ട മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലം വില കൊടുത്ത് അവിടുത്തെ ട്രസ്റ്റ് വാങ്ങി അവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കും. നിരവധി വർഷം കേസുകൾ നടന്ന ഒരു ആലയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായി. ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രമുണ്ടായി. ആ ക്ഷേത്രത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ അവിടെ അത്രയും അധികം വരുമാനമുണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ കൊള്ള ചെയ്യുന്നവർ ഇത്രയും കാലം അവർ വിശ്വാസികളെന്നാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അവരൊക്കെ അവിശ്വാസികളാണ്. ഭഗവാനെ കൊള്ള ചെയ്യുകയാണെങ്കിൽ അത് ചെറിയൊരു മനസ്സ് പോരാ. കാര്യം നമ്മളെ രക്ഷിക്കും, നമ്മളെ സംരക്ഷിക്കും എന്ന് പറയണ ഈശ്വരനെ കൊള്ള ചെയ്യുന്നവർ മനുഷ്യരാണ് എന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കൊള്ളക്കാർ നമ്മുടെ കേരളത്തിലുമുണ്ട്, ഉത്തർപ്രദേശിലുമുണ്ട്. നമ്മുടെ രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങൾ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും കടന്നു വരുമ്പോൾ നമുക്ക് അതീവ ദുഃഖകരമാണത്.
ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും ക്ഷേത്രങ്ങളെ രക്ഷിക്കാനുള്ള കർശനമായ നടപടി ഏത് സർക്കാരായാലും, കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ എന്നുള്ള വ്യത്യാസമൊന്നും അതിനകത്ത് ഞാൻ കാണുന്നില്ല. ഏത് സർക്കാരുകളായാലും കൊള്ളക്കാരെ തുറുങ്കലടയ്ക്കുകയും ഭഗവാനെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്നവർ മാത്രം ക്ഷേത്രവുമായ ഭരണ സംവിധാനങ്ങളിൽ വരേണ്ട കാലം അതിക്രമിച്ചു. അത് അയോധ്യയിലും ശരി തന്നെ, കേരളത്തിലെ ശബരിമലയിലും അതുതന്നെയാണ് സംഭവിച്ചത്. ശബരിമലയെ സംബന്ധിച്ച് കുറേയൊക്കെ കള്ളന്മാർ തുറുങ്കലിൽ അടയ്ക്കപ്പെട്ടു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നമ്മളൊക്കെ ദൈവത്തിനെ പോലെ കണക്കാക്കിയിരുന്നവരാണ് അയ്യപ്പനെ കൊള്ള ചെയ്തത്. അതിനേക്കാൾ ഉള്ള ആൾക്കാർ ഇനിയും എനിക്ക് തോന്നുന്നു ഇപ്പോൾ 8 പേരെന്തോ ആണ് അതിനകത്ത് പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു വൻ കൊള്ളസംഘമാണെന്നും ഇത് ആ മേഖലയിൽ മാത്രമല്ല വളരെ വ്യാപിച്ച കൊള്ളസംഘം ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നാണ് അത്തരത്തിലൊരു സൂചനയാണ്. തീർച്ചയായിട്ടും കാര്യം ഇവിടത്തെ 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ 5 കോടിയോ ഒന്നും അല്ല, കോടാനുകോടി കൊള്ള ചെയ്തിരിക്കുന്നു. അതൊക്കെ കൃത്യമായും ആസൂത്രണത്തോടെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്ന അതിനകത്തുള്ള ഭരണ സംവിധാനത്തിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അവരിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിൻ്റെ പേരിലായാലും ഭഗവാനെ കൊള്ള ചെയ്യുന്നവന്മാർ വിശ്വാസികളല്ല. അവിശ്വാസികളായി ഭഗവാനെ കൊള്ള ചെയ്ത എത്ര പേര് അതൊരു ചെയിന് പോലെ നീണ്ടു കിടക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് അപ്പുറം പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കൊള്ളക്കാർ ആര് തന്നെ, ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിന് അതീതമാണ്. ഇത് ഭക്തരുടെ ഭഗവാനെ ആശ്രയിക്കുന്ന, ഭഗവാന് വേണ്ടി ജീവിതം അർപ്പിക്കുന്ന എത്രയോ ആൾക്കാർ ഈ രാജ്യത്തുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ആ വേദന ഈ അധികാരവർഗം മനസ്സിലാക്കണം. അധികാരവർഗം മനസ്സിലാക്കിക്കൊണ്ട് കർശനമായ നടപടിയിലൂടെ ഈ കൊള്ളക്കാർ ഭയപ്പെടണം. അമ്പലം കൊള്ളയടിക്കുന്നവർ ഭയപ്പെടണം. അതിൽ നിന്ന് 1 രൂപ എടുക്കുമ്പോൾ ഞാൻ പിടിക്കപ്പെടും, ഞാൻ തുറുങ്കിൽ അടയ്ക്കപ്പെടും, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള സന്ദേശമാണ് ഭരണാധികാരികൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഭരണാധികാരികൾ ആരായാലും അവർ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന സമീപനം എടുക്കരുത്. കൊള്ളക്കാർക്ക് ഭയം തോന്നുന്ന തരത്തിൽ കർശനമായ നടപടിയിലൂടെ വിശ്വാസികളെ സംരക്ഷിക്കുവാൻ, അതിലേറ്റവും പ്രധാനം വിശ്വാസികൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നവരാണ് കൊള്ള ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരത. വിശ്വാസികളെ സംരക്ഷിക്കും, വിശ്വാസികൾക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ പറയുന്നവർ കൊള്ള ചെയ്യുമ്പോൾ നമുക്ക് ആരെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള വലിയ ഒരു ചോദ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ഭരണാധികാരി, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ കൊള്ളക്കാരെ തുറുങ്കലടച്ച് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് ഭഗവാന്റെ സ്വത്ത് ഭഗവാന് തന്നെ കിട്ടത്തക്ക രീതിയിലുള്ള, ഭഗവാന് മാത്രമാണ് അതിൻ്റെ അവകാശം. ഏത് അമ്പലത്തിലായാലും അവിടെയുള്ള പ്രതിഷ്ഠ ആ ഭഗവാന് സമർപ്പിക്കപ്പെട്ടതാണ്. അതിന് മറ്റൊരാളിനും അവകാശമില്ലാത്ത ഈ സ്വത്തുക്കൾ ഈ കള്ളന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് ആ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കും. അതേപോലെ ആ ക്ഷേത്രങ്ങൾ കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ പല ട്രസ്റ്റുകളും, പല ചികിത്സ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ചെയ്യുന്ന ട്രസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ചെയ്യുന്നത് കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് അറുതി വരുത്തണം. അത് ഓരോ വിശ്വാസിയുടെയും നെഞ്ചിലെ തീ കനലായിട്ട് ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയായാലും അയോധ്യ ആയാലും. അപ്പോൾ ഇതിനൊരു അന്ത്യം കുറിക്കണം. അതിന് വിശ്വാസികൾ മാത്രമേ അമ്പലങ്ങളിൽ ഉണ്ടാകാവൂ എന്നുള്ള തരത്തിലുള്ള നടപടികൾ എല്ലാ ഗവൺമെൻറ് ഭാഗത്തും ഉണ്ടാവണം. എന്തായാലും ഭക്തർ നൽകിയ സംഭാവന വൻതോതിൽ കട്ടെടുത്ത് പ്രതികൾ സ്വന്തമാക്കിയത് ആഡംബര വീടുകളും ഫാം ഹൗസും അടക്കം ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തുവകകളാണ്. ആഡംബര കാറടക്കം വാങ്ങാനും പദ്ധതിയിട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ക്ഷേത്രത്തിൽ പണമെണ്ണുന്ന വിഭാഗത്തിലെ കരാർ ജീവനക്കാരായ അനുകൽപ് മിശ്ര, ലവ്കുശ് മിശ്ര എന്നിവരാണ് കട്ടെടുത്ത പണം കൊണ്ട് ആഡംബര ജീവിതം നയിച്ചിരിക്കുന്നത്. അയോധ്യ രാമജന്മഭൂമി ട്രസ്റ്റ് അംഗത്തിൽ നിന്ന് രാജിവെച്ച അനിൽ മിശ്രയുടെ ബന്ധുവാണ് ലവ്കുശ് മിശ്ര. ഇവരടക്കം അറസ്റ്റിലായ 8 പ്രതികളും റിമാൻഡിലാണ്. അനുകൽപ് മിശ്ര യുപിയിലെ ബസവ ഗ്രാമത്തിൽ ഫാം ഹൗസ് പണിതു. അയോധ്യയിൽ 65 ലക്ഷം നൽകി വീട് വാങ്ങുകയും ചെയ്തു. ആഡംബര കാർ വാങ്ങാനും പദ്ധതിയിട്ടു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. വാടക വീട്ടിൽ താമസിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന ലവ്കുശ് മിശ്ര 25 ലക്ഷം മുടക്കി വീട് വെച്ചു. ഭാര്യയുടെ പേരിൽ അയോധ്യ ലക്നൗ ദേശീയപാതയിലെ സഹദത്ത് ഗഞ്ച് ബൻബിപൂർ മേഖലയിൽ 9 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലമാണിത്. 9 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലത്താണിത്. 2 നില വീട് പാലുകാച്ച് ഘട്ടത്തിലെത്തി.
2 ലക്ഷം രൂപ വിലയുള്ള ബൈക്കും വാങ്ങി. എന്തായാലും ഈ അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏറെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ അയോധ്യയ്ക്ക് പുറത്തേക്കും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം SIT സംഘം നടത്തുകയാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.